അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി ഇവിടെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ ജനങ്ങളും, അത് പെരുമ്പളത്തുകാർ മാത്രമല്ല, വടുതലയിലുള്ള ആളുകളും എൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകളും, അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ യാത്രാക്ലേശം കാരണം ഇവിടെ പെരുമ്പളത്ത് നിന്നും മാറി താമസിച്ച ജനങ്ങളും, അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്ന സാക്ഷാത്കാരം പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായുള്ള ആ ഒരു സ്വപ്നമാണ്. അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വേഗം ഈ പാലം ഈ വർഷം തന്നെ അത് യാഥാർത്ഥ്യമാകും എന്നതാണ് പറഞ്ഞത്. നമ്മോടൊപ്പം തന്നെ സന്തോഷം പങ്കുവെക്കാനായിട്ട് പെരുമ്പളത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചെയ്യുന്നുണ്ട്. ആ സ്വപ്ന സാക്ഷാത്കാരം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അതെ അതെ അതെ, ഞങ്ങളുടെ നാടിൻ്റെ സ്വപ്നം, അത് ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ നടക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതിപ്പോൾ ഒരു 7 ദിവസമായി ഞങ്ങൾ ഇതിൻ്റെ ഒരു ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പെരുമ്പളത്ത്. അത് നൽകിയ പിണറായി സർക്കാരാണ്. അതിനു വേണ്ടി പ്രയത്നിച്ച ആരിഫും സലീം അടക്കമുള്ള MLA മാരും മന്ത്രി ജി സുധാകർ, തോമസ് ഐസക് അടക്കമുള്ള എല്ലാവരോടും ഞങ്ങളൊക്കെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വളരെ സന്തോഷമല്ലേ? പെരുമ്പളംകാരുടെ ജീവിതാഭിലാഷം, പെരുമ്പളംകാരുടെ ജീവിതാഭിലാഷമാണ് നടന്നിരിക്കുന്നത്. ഇതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾ കരുതിയിരുന്നോ ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കാര്യം പ്രതീക്ഷിച്ചില്ല. കാരണം അത്രക്ക് ദ്രുതഗതിയിലുള്ള പരിപാടി നടത്തിയത് പിണറായി വിജയൻ അത്രക്ക് സ്മാർട്ടായിട്ടൊന്ന് കാര്യങ്ങൾ നടത്തി. അതാണ് ചെയ്തിരിക്കുന്നത്. പെരുമ്പളത്ത് ഞങ്ങൾ ജനിച്ച് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. വളരെയേറെ കഷ്ടപ്പാട് നിറഞ്ഞാണ് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ 8:45 ബോട്ടിന് ജോലിക്ക് പോകാനായിട്ട് ബോട്ട് കെട്ടി വരുമ്പോഴായിരിക്കും ബോട്ടിലെന്ന് പറയുന്നത്. ഞങ്ങൾ അടുത്ത എറണാകുളത്ത് നമുക്ക് ജോലിക്ക് കൃത്യസമയത്ത് 9 മണിക്ക് കയറണമെന്നുണ്ടെങ്കിൽ അടുത്ത ബോട്ടിന് പോകണം. അടുത്ത ബോട്ട് കിട്ടാനായിട്ട് ചിലപ്പോൾ അടുത്ത ബോട്ടും കേടാവും. അങ്ങനെ ഒട്ടനവധി ദിവസങ്ങൾ നമ്മൾ ജോലിക്ക് പോകാണ്ട് വളരെയേറെ കഷ്ടപ്പെട്ടു. ഇന്ന് നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇങ്ങനത്തെ ഒരു ദിവസത്തെ നമ്മൾ എല്ലാവരും, പെരുമ്പളംകാരും മറ്റുള്ള എല്ലാ ആൾക്കാരും വളരെ സന്തോഷപൂർവ്വം ഇന്ന് ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് യാതനകൾ അനുഭവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മഴ സമയങ്ങളിലെ കാലവർഷക്കെടുതികൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് പോലും പോകാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വടുതല ഭാഗത്ത് മുഖ്യമന്ത്രി എത്തും. അപ്പോൾ ഇവിടുന്ന് നാടമുറിച്ച് പാലം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 2 KSRTC ബസ്സുകളുണ്ട്. ബസ്സുകൾ സർവീസ് ആരംഭിക്കും. അതിൻ്റെ ഫ്ലാഗ് ഓഫ് അടക്കം നടത്തിയതിനു ശേഷം സർവീസ് ആരംഭിക്കും. 10 സർവീസുകൾ ഉദ്ഘാടനത്തിന് ശേഷം ഒരു ദിവസം 10 സർവീസുകൾ വടുതലയിൽ നിന്നും പെരുമ്പളത്തേക്ക് ഈ പാലം വഴി ഉണ്ടാകും. ട്രയൽ റണ്ണൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ആളുകൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും. 1157 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത്. അത് മാത്രമല്ല പാലത്തിൻ്റെ 2 വശങ്ങളിലുമായിട്ട് 1.5 മീറ്റർ വീതിയിലും ആളുകൾക്ക് നടക്കാനായിട്ടുള്ള ഒരു നടപ്പാതയും മറ്റും ഒക്കെയുണ്ട്. അങ്ങനെ മഴവിൽ അഴകിലാണ് ഈ പാലം തല ഉയർത്തി നിൽക്കുന്നത് എന്ന് തന്നെ പറയണം. പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി അവരനുഭവിച്ച യാത്രാക്ലേശങ്ങളായിരുന്നു. വള്ളങ്ങളും ബോട്ടും ജങ്കാറും ഒക്കെ 1 മണിക്കൂർ ഇടവേളയിലാണ് ഈ ജങ്കാറൊക്കെ അവർ കാത്തിരിക്കേണ്ടത്. അതുമാത്രമല്ല ഈ പെരുമ്പളത്ത് താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ കല്യാണം ആലോചനകൾ പോലും വന്നിരുന്നില്ല. ഗർഭിണിയായ ആളുകളെ കൊണ്ടൊക്കെ ഈ കായൽ കടന്നു പോകുന്നതൊക്കെ ഇവർ നേരിട്ട ഏറ്റവും വലിയ ദുഷ്കരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. വള്ളത്തിൽ വെച്ച് തന്നെ ആളുകൾ കുഞ്ഞിന് ഗർഭം നൽകിയിരിക്കുന്ന ചരിത്രവും മറ്റുമൊക്കെയുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷത്തിലാണോ കുഞ്ഞ്? ഹാപ്പിയാണോ? എങ്ങനെയാണ് നിങ്ങൾ പെരുമ്പളത്തുള്ള ആളുകളൊക്കെ തന്നെയാണോ? അതെ, പെരുമ്പളത്തുള്ള വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട് ഈ പാലം വന്നതിൽ. കുഞ്ഞുങ്ങൾക്കെങ്കിലും ഇനി യാത്രാക്ലേശം ഉണ്ടാകാതെ തുടർന്ന് പോകാൻ പറ്റില്ല. സന്തോഷമുണ്ട്, അതിന് വലിയ സന്തോഷം തന്നെയാണ്. തന്നെ പറഞ്ഞ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഇനിയുള്ളൊരു അപകടമേല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. ബസ് സർവീസിൽ കയറുന്നില്ലേ? പിന്നെ കയറുന്നുണ്ട്, അതിനുള്ള ഒരുപാടല്ല. ആദ്യം തന്നെ നമ്മൾ ബസ് സർവീസിലല്ലേ കയറുന്നത്. പിന്നെ ഞങ്ങളുടെ യാത്രാക്ലേശം എല്ലാം പരിഹരിച്ചതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് തന്നെയാണ്. എവിടെ നോക്കിയാലും ഈ പാലത്ത് നിന്ന് എവിടെ നോക്കിയാലും സന്തോഷം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് മാത്രമല്ല പാലം ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ നിരവധി ആളുകൾ ഏറ്റെടുത്തു നടന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു മഴവില്ലഴകാണ്. ഇതിലൂടെ ആളുകൾ വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ ഈ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ടൂറിസം മേഖലയ്ക്കും അനന്ത സാധ്യത കൂടിയാണ് ഈ പാലം തുറന്നിടുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാനൊക്കെ പറ്റും. അതുമാത്രമല്ല ഈ പെരുമ്പളം ദ്വീപ്, ഈ ഒരു കൊച്ചു ദ്വീപിലെ ജനങ്ങളുടെ 12,000-ഓളം വരുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ആ ജനങ്ങളുടെ ഒക്കെ സ്നേഹം ആവോളം ഏറ്റുവാങ്ങി മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് തുടർന്ന് യാത്രാക്ലേശമില്ലാതെ നമുക്ക് വടുതല ഭാഗത്തുനിന്നും പെരുമ്പളത്തേക്ക് പോകാൻ സാധിക്കുമെന്നത് തന്നെയാണ്. നല്ല വെയിലാണ്. വെയിലത്തും ആളുകൾ കാത്ത് നിൽപ്പുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വപ്നം നടക്കാൻ പോവാണ്. അല്പസമയം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ, അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ?
നല്ലപോലെ യാത്രാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോട്ടിൻ്റെ സമയം നോക്കിയൊക്കെ വേണമായിരുന്നു, അപ്പുറം കടക്കാനൊക്കെ വേണമായിരുന്നു. ഈ പാലം വന്നത് വലിയ ഉപകാരപ്രദമാണ്. സന്തോഷം. ഇപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ട് ആശുപത്രിയിലൊക്കെ പോകുന്ന ആ ഒരു സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട് ബോട്ടിലിരുന്ന് പോലും എന്ന് കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും ഉപകാരമായി ഇങ്ങനൊരു പാലം ഞങ്ങൾക്ക് തന്നതിന് വേണ്ടിയിട്ട്. ബസ്സിൽ കയറാൻ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുവാണോ? ബസ്സിൽ കയറണം, തിരക്കല്ലേ, തിരക്ക് കഴിഞ്ഞിട്ട് പയ്യെ കയറാൻ തന്നെ. അപ്പോൾ അങ്ങനെയാണ് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം പാലം നാടിന് സമർപ്പിക്കുകയും ചെയ്യും. 100 കോടിയിലധികം രൂപ, കൃത്യമായി പറഞ്ഞാൽ 106.7 കോടിയോളം രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും എടുത്താണ് ഈ പാലം നിർമ്മിച്ചതെന്നാണ് ഇവിടുത്തെ ആളുകൾ നിരവധി സമരം. സന്തോഷമുള്ള പ്രതികരണങ്ങളാണ്. അല്പസമയത്തിന് ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്.